മഴത്തോരും മുൻപേ സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അലീന പോലീസ് കസ്റ്റഡിയിലായിരിക്കുകയാണ്. അലീനയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി രേവതിക്കുട്ടിയും മാമച്ചനും ഗ്രേസമ്മയും കൂടി അതിരുമ്പുഴയിലുള്ള ഗ്രേസമ്മയുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ആളുടെ പേര് ജോബിച്ചൻ എന്നാണ്. സ്ഥലത്തുള്ള ഡിവൈഎസ്പി മധുസൂദനൻ അയാളുടെ മകളെയാണ് ഈ ജോബിച്ചൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ജോബിച്ചനെ കൊണ്ട് എങ്ങനെയെങ്കിലും അമ്മായിയപ്പനെ സ്വാധീനിച്ച് അലീനയെ പുറത്താക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് മൂവരും കൂടി അതിരുമ്പഴയിലേക്ക് എത്തുന്നത്. അതിരുമ്പഴയിൽ നിന്നും ജോബിച്ചനെയും കാറിൽ കയറ്റിക്കൊണ്ട് അവർ പാലായിലേക്ക് തിരിച്ചു. എന്നാൽ ഇതേ സമയം തന്നെ മദ്യപിച്ച് മതോന്മത്തനായ CI ഗോപാലകൃഷ്ണ പണിക്കർ അലീനയെ ചോദ്യം ചെയ്യാൻ എന്ന ഭാവേന പോലീസ് സ്റ്റേഷനിലേക്ക് തന്റെ ക്വാർട്ടേഴ്സിൽ നിന്നും ഇറങ്ങി പുറപ്പെടുകയാണ്. അയാൾ മഫ്തിയിലാണ് പോയിരിക്കുന്നത്. പണിക്കർ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോഴും അലീന ഭിത്തിയിൽ ചാരി അങ്ങനെ നിൽക്കുകയാണ്. അലീനയെ പണിക്കർ അടിമുടിയൊന്ന് നോക്കി. അതിനുശേഷം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ലേഡി കോൺസ്റ്റബിളിനെ വിളിച്ചിട്ട് അലീനയെ മുകളിലേക്ക് കൊണ്ടുവരുവാൻ കൽപ്പിച്ചിട്ട് അയാൾ തന്റെ മുറിയിലേക്ക് കയറിപ്പോയി. തൊട്ടു പിന്നാലെ വനിതാ പോലീസ് അലീനയുമായി പണിക്കരുടെ മുറിയിലേക്ക് എത്തി. വനിതാ പോലീസിനെ പറഞ്ഞു വിട്ടതിനു ശേഷം അലീനയെ അയാൾ ഭിത്തിയോട് ചേർത്ത് നിർത്തി. തുടർന്ന് ലാത്തിയുമായി അവളുടെ മുൻപിലേക്ക് ചെല്ലുകയും തല മുതൽ പാദം വരെ തന്റെ കണ്ണുകൾ കൊണ്ട് അടിമുടിയൊന്ന് നോക്കി ഭയപ്പെടുത്തുകയും ചെയ്തു. ഉത്കണ്ഠയോടുകൂടി കുനിഞ്ഞു നിൽക്കുന്ന അലീനയുടെ താടിയിലേക്ക് ലാത്തിയുടെ അറ്റം മുട്ടിച്ച് തല മുകളിലേക്ക് ഉയർത്തുവാൻ ശ്രമിച്ചു. അലീന അയാളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ പണിക്കർ ചോദിക്കുകയാണ്, എടി, നീയും ആ രോഹിത് എന്ന് പറയുന്ന പയ്യനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഞങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല സാർ. ബന്ധമൊന്നുമില്ലെന്നോ? ഇത് ചോദിച്ചുകൊണ്ട് അയാൾ ലാത്തിയുടെ അഗ്രം അവളുടെ നെറ്റിയിൽ മുട്ടിച്ചു. നെറ്റിയിലൂടെയും പുരികത്തിന് മീതെ കൂടിയും കവിളിൽ കൂടിയും മെല്ലെ ആ ലാത്തിയുടെ അഗ്രം ഉരസി നാസികത്തുമ്പിലൊന്ന് തോണ്ടിയിട്ട് ചുണ്ടുകളിൽ കൊണ്ടുവന്ന് അമർത്തി. ഇതേ സമയം തന്നെ മറുവശത്ത് കാണുവാൻ കഴിയുന്നത് അതിരുമ്പഴയിൽ നിന്നും പാലായിലേക്ക് യാത്ര തിരിച്ച ആൾക്കാർ വെറും അരമണിക്കൂർ കൊണ്ട് അവിടെ എത്തിച്ചേർന്നു. മാമച്ചന്റെ ഡ്രൈവിംഗ് സ്പീഡ് കണ്ടുകൊണ്ട് ജോബിച്ചൻ പറയുന്നുണ്ട്, അങ്കിളിന് ഭയങ്കര സ്പീഡാണല്ലോ. നല്ല റോഡല്ലേ മോനെ, അതും രാത്രി വെച്ചലക്കി അങ്ങ് പോകാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങ് ചവിട്ടി വിട്ടത്. പാലായിലെത്തിയതിനു ശേഷം ജോബിച്ചനാണ് മാമച്ചന് വഴി പറഞ്ഞു കൊടുക്കുന്നത്. പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് ചെറിയൊരു കയറ്റം കയറി കാറ് വലതുഭാഗത്തുള്ള DYSP ഓഫീസിന്റെ മുൻപിലെത്തി. അപ്പോൾ ജോബിച്ചൻ പറയുന്നുണ്ട്, നമുക്ക് ഇവിടെ ഒന്ന് നോക്കിയിട്ട് പോകാം. കക്ഷി മിക്കപ്പോഴും പാതിരാത്രി കഴിഞ്ഞ വീട്ടിലേക്ക് പോകാറുള്ളൂ. ജോബിച്ചനും രേവതിക്കുട്ടിയും മാമച്ചനും കൂടി കയറി ചെല്ലുമ്പോൾ ഓഫീസ് റൂമിൽ ഇരിപ്പുണ്ട് DYSP മധുസൂദനൻ. ജോബിച്ചനെ കണ്ടുകൊണ്ട് അയാൾ ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട്, ഇതാര്? ജോബിച്ചൻ എന്താണ് ഈ വഴിക്കൊക്കെ, അതും ഈ നട്ടപ്പാതിരായിക്ക്? എവിടെ പ്രേമ? ഇല്ല, പ്രേമ വന്നില്ല. ഇരിക്ക്. ആരെ ഈ കൂടെയുള്ളവരൊക്കെ? ജോബിച്ചൻ കസേര നീക്കിയിട്ടിരുന്നു. മറ്റുള്ളവരെയും ഇരുത്തി. അതിനുശേഷം DYSPയുടെ മുൻപിൽ ആഗമനോദ്ദേശം അദ്ദേഹം വെളിപ്പെടുത്തി. കാര്യങ്ങളെല്ലാം സൂക്ഷ്മമായി കേട്ടതിന് ശേഷം DYSP മാമച്ചനോട് ചോദിക്കുകയാണ്, അല്ല, ആ പെൺകുട്ടി നിങ്ങളുടെ ആരാണെന്നാണ് പറഞ്ഞത്? സർ, ഇവളുടെ ചേച്ചിയാണ്. ഞങ്ങളുടെ സ്വന്തത്തിലുള്ളൊരു കുട്ടിയായതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര താല്പര്യമെടുത്തു വന്നത്. ഇത് പറഞ്ഞതിന് ശേഷം മാമച്ചൻ തന്നെ പരിചയപ്പെടുത്തുകയാണ്. സർ, ദീർഘവർഷം ഞാൻ മിലിറ്ററി സർവീസിലായിരുന്നു. മേജറായിട്ടാണ് വിരമിച്ചത്. അത്രയും കേട്ടപ്പോഴേക്കും മധുസൂദനും ഒരു താല്പര്യമായി അയാളോട്. തുടർന്ന് DYSP പറയുന്നുണ്ട്, അലീന എന്ന പെൺകുട്ടിയെ കസ്റ്റഡിയിലെടുത്തത് അവളെ വിശദമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ജോബിച്ചൻ ഇടയ്ക്ക് കയറി പറയുകയാണ്, എല്ലാ ഡാഡി, അവൾ കുറ്റകൃത്യമൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, അവൾക്ക് ഈ കേസുമായിട്ട് ബന്ധമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവളെ വിട്ടയച്ച് കാണും. അപ്പോഴേക്കും മാമച്ചൻ, ഇല്ലില്ല, പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ് അവൾ ഇപ്പോഴും. അവളെ വിട്ടയക്കുവാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. ഉടൻ തന്നെ ഇരിപ്പിടത്തിൽ നിന്നും ചാടി എഴുന്നേറ്റിട്ട് മധുസൂദനൻ, എന്ത് തടസ്സം? നമുക്ക് നോക്കാം, നിങ്ങൾ എൻ്റെ കൂടെ വാ. ഇത് പറഞ്ഞ് അയാൾ പുറത്തേക്കിറങ്ങി. അദ്ദേഹത്തിന്റെ പിന്നാലെ മാമച്ചനും ജോബിച്ചനും രേവതിക്കുട്ടിയും നടന്നു. ഈ സമയത്ത് പണിക്കരുടെ വക ചോദ്യം ചെയ്യൽ തകൃതിയായി അവിടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കയ്യിലിരിക്കുന്ന ലാത്തിയുടെ അഗ്രമാകട്ടെ അലീനയുടെ കഴുത്തിലേക്ക് അദ്ദേഹം ചേർത്ത് വെച്ചിരിക്കുന്നു. അയാൾ വീണ്ടും അലീനയോട് പറയുകയാണ്, നീ എന്നോട് സഹകരിച്ചാൽ നിന്നെ ഞാൻ രക്ഷിച്ചെടുക്കാം. ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നീയുമായിട്ട് അവന് യാതൊരു ബന്ധമില്ല. അങ്ങനെയെങ്കിൽ ഒരു ബന്ധവുമില്ലാത്തവനെ പിന്നെ എന്തിനാണ് നീ രക്ഷിക്കുവാൻ ശ്രമിച്ചത്? മാത്രവുമല്ല, അവൻ നിന്നെ ദ്രോഹിച്ചവനാണ് എന്നിരിക്കെ. ഇല്ല സർ, ഞാൻ ആരെയും രക്ഷിച്ചിട്ടില്ല. അലീന ഇത്രയും പറഞ്ഞപ്പോഴേക്കും കഴുത്തിൽ അമർത്തി വെച്ചിരുന്ന ആ ലാത്തിയുടെ തുമ്പ് മെല്ലെ താഴെ കിഴഞ്ഞു നീങ്ങി. തുടർന്ന് കഴുത്തിൽ കിടന്ന ഷാള് തോണ്ടി മാറ്റി. അത്രയും സംഭവിച്ചപ്പോഴേക്കും തന്റെ ശ്വാസമെടുപ്പ് ദ്രുതഗതിയിലേക്ക് ഉയർന്നു. അലീന വല്ലാതെ ഭയപരവശയായി നിൽക്കുകയാണ്. പണിക്കർ വീണ്ടും ചോദിക്കുകയാണ്, അവന്റെ പേരിലൊരു പരാതി എഴുതി തരാൻ പറഞ്ഞിട്ട് നിനക്ക് എന്താടി ഇത്ര മടി? ഇത് ചോദിച്ചുകൊണ്ട് പണിക്കർ ആ ലാത്തിയുടെ അഗ്രം കഴുത്തിൽ നിന്നും താഴേക്ക് ഇറക്കുവാൻ തുടങ്ങി. ഈ സമയത്താണ് DYSP ഓർക്കാപ്പുറത്ത് സ്റ്റേഷനിലേക്ക് കയറി വരുന്നത്. അത് കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾമാർ പെട്ടെന്ന് അറ്റൻഷനായി സല്യൂട്ട് അടിച്ചു. കസേരകളിലിരുന്ന് ഉറക്കം തൂങ്ങിയവരും ചാടി എഴുന്നേറ്റ് അറ്റൻഷനായി. അപ്പോൾ DYSP തെല്ലുറക്ക ചോദിക്കുകയാണ്, ഇവിടെ അലീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കസ്റ്റഡിയിൽ എടുത്തിരുന്നില്ലേ? അതിന് ഒരു കോൺസ്റ്റബിൾ മറുപടി പറഞ്ഞു, ഒവ്വ് സാർ. എന്നിട്ട് എവിടെ? വിട്ടയച്ചോ? ഇല്ല, CIയുടെ ഓഫീസിലുണ്ട് സാർ. CIയുടെ ഓഫീസിലുണ്ടെന്നോ? അവിടെ എന്താണ്?
CI സാർ ആ പെൺകുട്ടിയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അത്രയും കേട്ടപ്പോഴേക്കും DYSP വേഗത്തിൽ സ്റ്റെയർ കേസ് കയറി തുടങ്ങി. CIയുടെ ഓഫീസ് റൂമിന്റെ പുറത്തായിട്ട് അല്പം മാറി ലേഡി കോൺസ്റ്റബിൾ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആരൊക്കെയോ പടി കയറി വരുന്ന ശബ്ദം കേട്ട് ലേഡി കോൺസ്റ്റബിൾ വാതിൽക്കൽ ചെന്ന് ഒന്ന് നോക്കി. DYSPയെ കണ്ടപ്പോഴേക്കും അവരൊന്ന് അമ്പരന്നു. പെട്ടെന്ന് അവർ സല്യൂട്ട് ചെയ്തു പിന്മാറി. DYSP മധുസൂദനൻ CIയുടെ ഓഫീസിനുള്ളിലേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ച, അലീനയെ ഭിത്തിയിൽ ചാരി നിർത്തിയിട്ട് അവളുടെ മാർവിൽ ലാത്തിയുടെ അഗ്രം അമർത്തി നിർത്തിയിരിക്കുന്ന CI ഗോപാലകൃഷ്ണ പണിക്കരെയാണ്. DYSP മധുസൂദനെ കണ്ടപ്പോഴേക്കും ഒരു ഞെട്ടലോടെ CI പിന്നിലേക്ക് മാറി. തുടർന്ന് അയാളും പരിഭ്രമത്തിൽ DYSPക്ക് സല്യൂട്ട് നൽകി. ഈ കാഴ്ച കണ്ടുകൊണ്ട് ഗോപാലകൃഷ്ണ പണിക്കരുടെ മുഖത്തേക്ക് തന്നെ തുറച്ചു നോക്കി നിൽക്കുകയാണ് അലീന. ആരാണ് മുറിയിലേക്ക് കടന്നു വന്നത് എന്നൊന്നും അവൾ നോക്കിയില്ല. ഇമ വെട്ടാതെ അവൾ പണിക്കരെ തന്നെ നോക്കി നിന്നു. ഈ സമയത്ത് DYSP ശബ്ദമുയർത്തി ചോദിക്കുകയാണ്, താനെന്താടൂ ഈ പാതിര നേരത്ത് ഈ വേഷത്തിൽ ഇവിടെ? അത് പിന്നെ സാറേ, ഞാൻ ഈ കുട്ടിയോട് ചില വിവരങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി ഇവിടേക്ക് കൊണ്ടുവന്നതാ. എടോ, പകൽ സമയത്ത് ചോദ്യം ചെയ്യാൻ വേണ്ടി കസ്റ്റഡിയിൽ എടുത്തതല്ലേ ഇവളെ? അതെ സാർ. എന്നിട്ട് ചോദ്യം ചെയ്തില്ലേ? ചെയ്തു. അത് ശരി. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടിയെ വിട്ടയക്കാതിരുന്നത്? അത് പിന്നെ സാറേ, ഇത് രമേഷിന്റെ കേസാണ്. ഓ, ഇവളുടെ പേരിൽ എന്തെങ്കിലും പരാതി കിട്ടിയിട്ടുണ്ടോ? സാർ, പരാതിയൊന്നുമില്ല. പിന്നെ എന്തിനാണോ രാത്രിയിൽ ഈ പെൺകുട്ടിയെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത്? അത് സാറേ, ഇവൾ ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ രോഹിത് എന്നയാള് ഇവളെ ഉപദ്രവിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്തപ്പോൾ അയാൾ തന്നെ അത് സമ്മതിച്ചതാണ്. ഓഹോ, അതുകൊണ്ട് ഒരു പരാതി എഴുതി തരണമെന്ന് പറഞ്ഞിട്ട് ഇവൾക്ക് സമ്മതമല്ല സാർ. അത് കേട്ടുകൊണ്ട് DYSP അലീനയുടെ നേർക്ക് തിരിഞ്ഞു. ഈ പറഞ്ഞത് സത്യമാണോ കുട്ടി? രോഹിത് എന്നെ ഉപദ്രവിക്കുവാൻ ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ് സാർ. പക്ഷേ മാസങ്ങൾക്ക് മുമ്പായിരുന്നു അത്. എന്നെ ഒരു കുടുംബാംഗത്തെ പോലെ കരുതുന്ന ആ വീട്ടിലുള്ളവർക്കെതിരെ പരാതി തരില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. പരാതി കൊടുക്കാതിരിക്കുവാനും എനിക്ക് അവകാശമുണ്ടല്ലോ സാർ. 8 മണിക്കൂറായി ഞാൻ ഈ സ്റ്റേഷനിൽ നിൽക്കുകയാണ്, ഒരിറ്റു വെള്ളം പോലും കുടിക്കാതെ, ഭക്ഷണം കഴിക്കാതെ. അത്രയും കേട്ടപ്പോഴേക്കും DYSP CIയുടെ നേരെ പൊട്ടിത്തെറിക്കുകയാണ്. എടോ, പരാതി ഇല്ലാത്തവരെ ഭീഷണിപ്പെടുത്തി പരാതി എഴുതി വാങ്ങിക്കുകയാണോ പോലീസിന്റെ ജോലി? അതോ കിട്ടിയ പരാതികൾ നേരാവണ്ണം അന്വേഷിച്ച് നിയമം നടപ്പിലാക്കുകയാണോ? സർ, രോഹിത്തും ഹരിശങ്കറും ചേർന്ന് മയക്കുമരുന്ന് നൽകി ഇവളെ റേപ്പ് ചെയ്യുവാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവൾ ആത്മഹത്യാ ശ്രമം നടത്തിയാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. അവർക്കെതിരെ ആക്ഷൻ എടുക്കണ്ടേ സാർ? ഈ പെൺകുട്ടിയെ സ്റ്റേഷനിൽ പിടിച്ചു നിർത്തി ഹരാസ് ചെയ്യുന്നതാണോടോ ആക്ഷൻ? ഇവളെ ഉടൻ വിട്ടയക്ക്. DYSP ഇത്രയും പറഞ്ഞു തീർന്നപ്പോൾ അലീന പറയുകയാണ്, സർ, എനിക്ക് ചില സംശയങ്ങളുണ്ട്. എന്താണ് കുട്ടിയുടെ സംശയം? അലീന CIയുടെ കയ്യിലിരിക്കുന്ന ലാത്തിയിലേക്ക് വിരൽ ചൂണ്ടിയിട്ട്, സർ, ആ സാധനം ഉണ്ടല്ലോ, അത് പെൺകുട്ടികളുടെ നെഞ്ചിൽ കുത്തി രസിക്കാനുള്ളതാണോ? അത്രയും കേട്ടപ്പോഴേക്കും DYSPയുടെ മുഖം വല്ലാതെ വിളറി. അയാൾ CIയുടെ നേർക്ക് മുഖം തിരിച്ചു. DYSPയുടെ മുഖത്തേക്ക് നോക്കുവാൻ കഴിയാതെ പണിക്കർ ലജ്ജ കൊണ്ട് മുഖം താഴ്ത്തി. അലീന വാതിൽക്കലേക്ക് നോക്കുകയാണ്. അവിടെ മാമച്ചനും രേവതിക്കുട്ടിയും നിൽക്കുന്നത് കണ്ട് അത്ഭുത സ്തബ്ധയായിപ്പോയി. അവരെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഉടനെ DYSP, നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാ കൊച്ചേ അവര്, നീ അവരുടെ കൂടെ പോയിക്കോളൂ. ആ വാക്കുകൾ കേട്ടുകൊണ്ട് അലീന വേഗത്തിൽ രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് കുതിച്ചു. രേവതിക്കുട്ടി ശബ്ദമില്ലാത്തൊരു കരച്ചിലോടുകൂടി അലീനയെ കെട്ടിപ്പിടിച്ചു. അലീനയുടെ ഖണ്ഡമിടറി. കണ്ണുനീരോടുകൂടി അലീന ചോദിക്കുകയാണ്, നീ എങ്ങനെ അറിഞ്ഞു മോളെ ഞാനിവിടെ ഉണ്ടെന്ന്? കൃഷ്ണമോള് ഫോൺ ചെയ്ത് എന്നോട് പറഞ്ഞു. തുടർന്ന് മാമച്ചന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അലീന, അങ്കിളെ, ഇങ്ങനെയൊരവസ്ഥയിൽ എന്നെ ഇവിടെ വന്ന് നിങ്ങൾക്ക് കാണേണ്ടി വന്നല്ലോ. അത് കേട്ടുകൊണ്ട് സാരമില്ല മോളെ എന്ന് പറഞ്ഞുകൊണ്ട് മാമച്ചൻ അവളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. ജോബിച്ചൻ അലീനയെ തന്നെ ശ്രദ്ധിച്ചു നിൽക്കുകയാണ്. അതാരാണ് എന്ന് അലീനയ്ക്ക് മനസ്സിലായില്ല. ആരാണെങ്കിലേ ഈ കൂടെ വന്നിരിക്കുന്നത്? അതൊക്കെ പറയാം, വാ. ഇത് പറഞ്ഞിട്ട് അവർ സ്റ്റെയർ കേസ് ഇറങ്ങുമ്പോൾ DYSP CIയോട് തട്ടിക്കേറുന്ന ശബ്ദം പുറത്ത് കേൾക്കാമായിരുന്നു. മാമച്ചനും അലീനയും ജോബിച്ചനും രേവതിക്കുട്ടിയും സ്റ്റേഷന് വെളിയിൽ ഇറങ്ങി DYSP വരുവാൻ വേണ്ടി കാത്തുനിന്നു. ഇതിനിടയിൽ രേവതിക്കുട്ടി അലീനയോട് തങ്ങൾ ഇവിടെ എത്തിയത് എങ്ങനെയൊക്കെയാണെന്ന് ചുരുക്കി പറഞ്ഞു. DYSP തുടർന്ന് അവരുടെ അരികിലേക്ക് വന്നു. ഞാൻ അയാൾക്ക് ഒരു വാണിംഗ് കൊടുക്കുകയായിരുന്നു കേട്ടോ. ഇങ്ങനെ ചിലരുണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ മുഖത്ത് കരി തേക്കാൻ. എങ്കിലും ഇതിനിടയ്ക്ക് ഞാൻ കയറി ഒന്ന് ചോദിക്കുകയാണ്, അലീന എന്തുകൊണ്ടാണ് പരാതിപ്പെടാതിരുന്നത്? അത് പിന്നെ സാറേ, ഞാൻ അമ്മയായിട്ട് കരുതുന്ന ഒരു സ്ത്രീയുണ്ട് ആ വീട്ടിൽ. എന്നെ മോളെപ്പോലെ സ്നേഹിക്കുന്ന ഒരച്ഛനുണ്ട്. ഞാൻ അനുജനായി കരുതുന്ന കുട്ടിയാണ് രോഹിത്. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എങ്ങനെയാണ് സാർ അവർക്കെതിരെ പരാതിപ്പെടുവാൻ കഴിയുന്നത്? ക്ഷമിക്കാൻ മാത്രമേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. അതൊരു തെറ്റാണോ സാർ? ഓ, ഇറ്റ്സ് ഓക്കെ. എന്തായാലും ഇത്രയും രാത്രിയായ സ്ഥിതിക്ക് ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നില്ല. മാമച്ചനോടും ജോബിച്ചനോടുമായി DYSP മധുസൂദനൻ പറഞ്ഞു. വൈകാതെ അപ്പോൾ നിങ്ങൾ പോവുമല്ലേ? ഇത് കേട്ടുകൊണ്ട് DYSPയുടെ കയ്യിലേക്ക് കടന്നു പിടിച്ചുകൊണ്ട് മാമച്ചൻ, വളരെ നന്ദിയുണ്ട് സാർ. ആ വീട്ടിലെ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിലാണ്. ആ പയ്യൻ ലോക്കപ്പിലും. 2 പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ആ വീട്ടിൽ. ഇവളാണ് അവരെ നോക്കേണ്ടതും ആശ്വസിപ്പിക്കേണ്ടതും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ രാത്രിയിൽ തന്നെ ഇറങ്ങി പുറപ്പെട്ടത്. അത് നന്നായി. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഇത് പറഞ്ഞിട്ട് DYSP മാമച്ചന് തൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്തു. തുടർന്ന് ജോബിച്ചനും അമ്മായി അച്ഛനോട് താങ്ക്സ് പറഞ്ഞിട്ട് എല്ലാവരും കൂടി കാറിൽ കയറി. കാറ് കടപ്പാട്ടൂരേക്ക് തിരിച്ചു.
അവർ കടപ്പാട്ടൂരേക്ക് എത്തുമ്പോൾ കൃഷ്ണജ ഉറങ്ങാതെ അപ്പോഴും മനസ്സിൽ ഭയാനകമായ ചിന്തകളുമായി ഹാളിലിരിക്കുകയാണ്. ആ സമയത്താണ് കാറിന്റെ ഹോൺ മുഴങ്ങുന്ന ശബ്ദം കേട്ടത്. അവൾ ജനാല തുറന്നു നോക്കി. മുറ്റത്ത് നിർത്തിയിരിക്കുന്ന കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നവരെ അവൾ കണ്ടു. അവൾ വേഗം ചെന്ന് വാതിൽ തുറന്നു. തുടർന്ന് അലീനയെ ഓടിച്ചെന്ന് കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചു. അലീന ആ സമയത്ത് കൃഷ്ണജയുടെ തോളിൽ മെല്ലെ തലോടിക്കൊണ്ട് ആശ്വസിപ്പിച്ചു. എന്നിട്ട് കൃഷ്ണജയോട് പറയുകയാണ്, എന്നാലും നിനക്ക് ആ സമയത്ത് രേവതിക്കുട്ടിയെ വിളിക്കാൻ തോന്നിയല്ലോ മോളെ, അത് ഭയങ്കര ഭാഗ്യമായിപ്പോയി. ഇത് കേട്ടുകൊണ്ട് രേവതിക്കുട്ടി അരികിലേക്ക് വന്നിട്ട് കൃഷ്ണജയുടെ തലയിൽ തലോടുവാൻ തുടങ്ങി. സാരമില്ല, ഇനി എന്താവശ്യം വന്നാലും എന്നെയോ അങ്കിളിനെയോ വിളിച്ചാൽ മതി കേട്ടോ. ഇതിനിടയിൽ ജോബിച്ചൻ ധൃതി കൂട്ടുകയാണ്. അപ്പോൾ നമുക്കിനി നിൽക്കണ്ട, സമയം വൈകിക്കൊണ്ടിരിക്കുകയാണ്, പോകാം. മാമച്ചനും കൂട്ടരും അലീനയോടും കൃഷ്ണജയോടും യാത്ര പറഞ്ഞ് ആ വീട് വിട്ടിറങ്ങി. കാറിലേക്ക് കയറുവാൻ തുടങ്ങുന്ന സമയത്തും രേവതിക്കുട്ടി ഓർപ്പിക്കുന്നുണ്ട്, അലീന ചേച്ചി വിളിക്കണേ. വിളിക്കാം മോളെ. ഇത് പറഞ്ഞുകൊണ്ട് അലീന വീണ്ടും ഇറങ്ങി ജോബിച്ചൻ്റെ അടുത്തേക്കാണ് ചെന്നത്. എന്നിട്ട് പറയുകയാണ്, ആരെന്ത് ചെയ്താലും ചോദിക്കാനോ പറയാനോ ആരുമില്ലാത്തവളാണല്ലോ ഞാനെന്നോർത്ത് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. എന്നിട്ടും എനിക്കൊരാപത്ത് വന്നപ്പോൾ എത്ര പേരാണ് എന്നെ സഹായിക്കാൻ ഓടി വന്നത്. ഞാനിതുവരെ കണ്ടിട്ടും കേട്ടിട്ട് പോലുമില്ലാത്ത ആൾ പോലും വന്നു. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ആ സമയത്ത് അലീനയുടെ തൊണ്ടയിടറിയിരുന്നു. അവളുടെ നിറകണ്ണുകളുടെ തിളക്കം മൗനമായി ജോബിച്ചൻ നോക്കി നിന്നുപോയി. പക്ഷെ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്ന രോഹിത്തിനും ഹരിശങ്കറിനും എന്താണ് തുടർന്ന് സംഭവിക്കാൻ പോകുന്നത്? ഇരുവരും കുടുങ്ങുമോ അതോ രക്ഷപ്പെടുവാൻ സാധ്യത എന്തെങ്കിലുമുണ്ടോ? കാത്തിരുന്ന് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത്. മഴത്തോരും മുൻപേ സീരിയലിന്റെ വരുവാൻ പോകുന്ന ഭാഗങ്ങൾ തുടർന്നും നിങ്ങൾക്ക് മുന്നമേ കൂട്ടി ലഭിക്കേണ്ടതിന് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.